ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ TG മാത്യു കോന്നി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ 32 എപ്പിസോഡുകളിലായിട്ട് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായവും 2-ാം അധ്യായം അതിൻ്റെ 25 വരെയുള്ള വാക്യങ്ങളും നാം അല്പമായിട്ട് ചിന്തിക്കുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് അതിൻ്റെ 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ആസ്പദമാക്കി ചില ആലോചനകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. ആ വേദഭാഗം ഞാനൊന്ന് വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവൻ്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രവും കൊടുക്കും. നാം വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളിൽ നിന്നും ചില ആത്മീയ ചിന്തകൾ നമുക്കൊരുമിച്ച് പങ്കുവെക്കുവാനാണ് കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. തുയത്തേര സഭയിലെ ജയാളികളായ വിശ്വാസികൾക്കുള്ള വാഗ്ദത്തമാണ് നാം വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സഭയെക്കുറിച്ച് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച കാര്യങ്ങൾ വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. കഴിഞ്ഞ 1-2-3 എപ്പിസോഡുകളിലായിട്ട് ഈ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായ അതിൻ്റെ പല വശങ്ങളിൽ നിന്നുകൊണ്ട് നാം ശ്രദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇന്ന് നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്തു നിന്നും അല്പകാര്യങ്ങൾ ചിന്തിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം സഹസ്രാബ്ദ വാഴ്ചയിൽ നടക്കുന്ന ഒന്നാണ്. അവിടെ 26-ാം വാക്യം സൂക്ഷ്മമായി പരിശോധിച്ചാൽ 2 കാര്യം അവിടെ എടുത്തു പറയുന്നുണ്ട്. ഒന്ന്, ജയിക്കുകയും രണ്ടാമത് ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ. ഇവിടെ ആരാണ് ജയിക്കുന്നത് എന്ന് 24-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആ 24-ാം വാക്യം ശ്രദ്ധിച്ചാൽ അവിടെ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. വിശ്വാസികളെ തെറ്റിച്ച് കളയുന്ന ഉപദേശത്തിൽ വീണുപോകാതെ വിജയം വരിച്ച ഒരു ചെറിയ ശേഷിപ്പിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ശേഷിപ്പ് ആ തുയത്തൈര സഭയിലുണ്ട്. അവരെക്കുറിച്ചാണ് കർത്താവ് ജയിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാമും ജീവിക്കുന്നതായ ഈ ലോകത്തിൽ അനേക തെറ്റായ ഉപദേശങ്ങൾ നമ്മുടെ മുന്നിൽ കടന്നു വരാറുണ്ട്. എന്നാൽ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ദൈവിക സത്യങ്ങളെ മുറുകെ പിടിക്കുകയും ആ തെറ്റായ ഉപദേശങ്ങളെ ജയിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ഏതൊരു ദൈവവേദലിനെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത്. അവരെക്കുറിച്ച് കർത്താവ് പറയുകയാണ് ജയിക്കുന്നവൻ എന്നുള്ളത്. പിന്നീട് നാം അവിടെ വായിക്കുന്നത്
ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവൻ. ആ തുയത്താ സഭയുടെ ചില നല്ല ഗുണങ്ങളെക്കുറിച്ച് അതിൻ്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ആ പ്രവൃത്തിയിൽ വർത്തിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരുടെ ഒടുവിലത്തെ പ്രവൃത്തി ആദ്യത്തേതിലും ഏറെയായിരുന്നു. എന്ന് പറഞ്ഞാൽ അവർ ആദ്യം ചെയ്തു പോകുന്നതിനേക്കാൾ വളരെ മെച്ചമായ നിലയിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്തു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ കർത്താവ് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മെ അറിയുന്ന ഒരു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന പ്രമാണങ്ങളെ, കൽപ്പനകളെ അവസാനത്തോളം അത് അനുഷ്ഠിച്ച് നാം ചെയ്യണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ നിലയിൽ ജയിക്കുകയും താൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് നൽകുന്ന വാഗ്ദത്തങ്ങളെക്കുറിച്ചാണ് തുടർന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് അവിടെ തുടർന്ന് പറഞ്ഞിരിക്കുന്നത്? എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഈ വാക്യം 2-ാം സങ്കീർത്തനത്തിൽ മെശിഹായിക്ക് കൊടുക്കുന്ന വാഗ്ദത്തത്തോട് സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 2-ാം സങ്കീർത്തനം അതിൻ്റെ 8ഉം 9ഉം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകോൽ കൊണ്ട് നീ അവരെ തകർക്കും, കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. അപ്പോൾ ഈ വേദഭാഗത്തോട് സാമ്യമുള്ള ഒരു വേദഭാഗമാണ് ഈ 2-ാം സങ്കീർത്തനത്തിലും നാം വായിച്ച് കേട്ടത്. അപ്പോൾ നമ്മുടെ കർത്താവിന് കൊടുത്തിരിക്കുന്ന അതേ വാഗ്ദത്തം നമുക്കും ലഭിക്കും എന്നുള്ളതാണ് ഈ വേദഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ വാഗ്ദത്തങ്ങളിൽ നിന്നും ജയാളി കർത്താവിനോടൊപ്പം ജാതികളെ ന്യായം വിധിക്കുകയും ഭരിക്കുകയും ചെയ്യുമെന്നുള്ളത് ആണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 2-3 വാക്യങ്ങളിലെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് 2 ചോദ്യങ്ങൾ അവിടെ ചോദിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവിടെ പൗലോസ് ചോദിക്കുകയാണ്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? എന്നിട്ട് അതിൻ്റെ 3-ാം വാക്യത്തിൽ വായിക്കുന്നത്, നാം ദൂതന്മാരെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ? അപ്പോൾ ദൈവമക്കളായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന് ഉള്ള വാഗ്ദത്തമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. നമ്മെ സംബന്ധിച്ച് അവിടെ പറയുന്നത്, നാം ലോകത്തെ വിധിക്കും എന്ന് നാം അറിയണം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഈ തൻ്റെ സഹസ്രാബ്ദ വാഴ്ചയിൽ ഈ ലോകത്തെ താൻ ഭരിക്കുമ്പോൾ തൻ്റെ ജനവും നമ്മുടെ കർത്താവിനോടുകൂടെ ഈ ലോകത്തെ ഭരിക്കും അല്ലെങ്കിൽ വിധിക്കും എന്നുള്ളത് ഈ ദൈവവചനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. എത്രയോ മഹത്തരമായ ഒരു വാഗ്ദത്തമാണ് ഇവിടെയും നമുക്ക് കാണുന്നതിനായിട്ട് സാധിച്ചത്. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ആ വാക്യം വളരെ ശ്രദ്ധയോടെ നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്.
എന്നിട്ട് പറയാണ്, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ എന്നാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവജനം തങ്ങളുടെ വിശ്വാസയാത്രയിൽ ദൈവീക പ്രമാണങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് ജയജീവിതം നയിച്ചും കൊണ്ട് അവസാനത്തോളം നിലനിന്നാൽ അവർക്ക് ലഭിക്കുന്ന വാഗ്ദത്തങ്ങളാണ് നമ്മൾ ഈ 26, 27 വാക്യങ്ങളിൽ നാം ശ്രദ്ധിച്ചത്. തുയത്തര സഭയിലെ ഒരു ശേഷിപ്പ് കർത്താവിന് വേണ്ടി അവസാനത്തോളം നിലനിന്നതുപോലെ പ്രിയപ്പെട്ടവരെ നമുക്കും വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കാം. കർത്താവിന് വേണ്ടി നിലനിൽക്കാം. കർത്താവിന് വേണ്ടി ജയാളികളായിട്ട് തീരാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അർത്ഥാൽ ആ ജയാളിയായി തീർന്ന ഒരു കർത്താവ്, പരാജയം ഇല്ലാത്ത ഒരു കർത്താവ് നമ്മോടൊപ്പമുണ്ട്. അതുകൊണ്ട് നമുക്കും ആ വിജയം സുനിശ്ചിതമാണ് എന്നുള്ളതാണ് ദൈവവചനത്തിൽ കൂടെ നമ്മെ ഓർപ്പിക്കുന്നത്. നമുക്കും ആ നിലയിൽ നിലനിൽക്കാം. കർത്താവ് അതിനായി നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.